ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 2026 ജൂൺ 2-ാം തീയതിയിലെ വ്യാഴമാറ്റത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ടീച്ചറെ, 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം ഏതായാലും കർക്കിടക രാശിയിലേക്ക് മാറുകയാണല്ലോ, ചാരവശാലി. അപ്പോ ഏതെല്ലാം കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇത് ഗുണകരമായിട്ടും ദോഷമായിട്ടും ഭവിക്കും? അതിനെപ്പറ്റി ടീച്ചറെ ഒന്ന് വിലയിരുത്തും. 2026 ജൂൺ 2-ാം തീയതി ചാരവശാൽ വ്യാഴൻ കർക്കിടകത്തിലേക്ക് ഉച്ചത്തിലേക്കാണ് മാറുന്നത്. അപ്പോൾ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ പുണർദം, കാലം, പൂയവും ആയില്യവുമാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് ഈ വ്യാഴന്റെ ഫലം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് വീഡിയോകൾ ഈ വ്യാഴമാറ്റത്തെ കുറിച്ച് ചെയ്ത് നാം കാണുന്നുണ്ട്. പക്ഷെ അതിൽ 27 നക്ഷത്രങ്ങൾക്കും ഫലങ്ങൾ കിട്ടുന്നതായും ഒക്കെ ചില വീഡിയോകളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും കിട്ടും എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. കാരണം ഇത് ഈ വ്യാഴന്റെ മാറ്റം, ഉച്ചത്തിലേക്ക് വ്യാഴൻ വരിക, കർക്കിടകത്തിൽ ഉച്ചത്തിൽ വരിക ചന്ദ്രക്ഷേത്രമാണ്. അതായത് ചന്ദ്രനാണ് വ്യാഴന്റെ ഉച്ചനാഥൻ. പുണർദം, കാലം, പൂയവും ആയില്യവും ഈ 3 നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ വരുന്നത്. അപ്പോൾ ഒരു വ്യക്തി ജനിക്കുമ്പോൾ അവന്റെ ലഗ്നം, ചന്ദ്രൻ, വ്യാഴം, ഇതിനെ 3നെയും വെച്ചിട്ടേ നമുക്ക് ഫലം പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ കർക്കിടക ലഗ്നം അത് പുണർദം നക്ഷത്രത്തിലോ പൂയം നക്ഷത്രത്തിലോ ആയില്യ നക്ഷത്രത്തിലോ ഏതിൽ വേണമെങ്കിലും ലഗ്നം വരാം. അതോടൊപ്പം തന്നെ ഈ 3 നക്ഷത്രങ്ങളിൽ ഏതിലെങ്കിലും ചന്ദ്രനും സഞ്ചരിച്ചു പോകാം. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയെ നാം എടുക്കുമ്പോൾ ലഗ്നാലും ചന്ദ്രാലും ആ വ്യക്തിക്ക് വ്യാഴന്റെ ആ സ്ഥിതി ലഭിക്കുന്നതാണ്. അപ്പോൾ ലഗ്നം കർക്കിടകമാവുക, ചന്ദ്രൻ അവിടെ തന്നെ നിൽക്കുക, ആ ജനന സമയത്ത് വ്യാഴനും കർക്കിടകം രാശിയിൽ നിൽക്കുന്നവർക്കാണ് പൂർണ്ണമായിരിക്കുന്ന ഫലങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഒരു ചോദ്യം ടീച്ചറെ, അപ്പോ നമ്മൾ നക്ഷത്രത്തെ ഇന്ന നക്ഷത്രക്കാർക്ക് ഗുണകരം, ഇന്ന നക്ഷത്രക്കാർക്ക് ദോഷം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും ഗുണം ദോഷം എന്നെല്ലാം പറയണമെന്നുണ്ടെങ്കിൽ ജാതകത്തിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിപ്പോ ചാരവശാൽ വ്യാഴന്റെ ഫലം മാത്രം ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കുമ്പോൾ, ഇപ്പോ ലഗ്നാലും ചന്ദ്രാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് സാധാരണ ഇന്ന് ജ്യോത്സ്യന്മാരെല്ലാം ഒരു ജാതകന്റെ ഫലം ചിന്തിക്കുന്നത്. ഇപ്പൊ ജനിക്കുന്നതായ സമയത്ത് ആ വ്യാഴൻ നല്ല സ്ഥാനങ്ങളിൽ നിൽക്കാം. നല്ല സ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്ര സ്ഥാനങ്ങളാവാം. അതുപോലെ തന്നെ 11-ൽ വ്യാഴൻ വരാം. 2-ൽ ഇപ്പൊ ലഗ്നാലിൽ 2-ൽ വ്യാഴൻ നിൽക്കാം. ഇങ്ങനെയെല്ലാം വരുമ്പോൾ അവർക്ക് കുറച്ച് ഗുണങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ കർക്കിടകം രാശിയിൽ വ്യാഴേന്ദ്രന്മാർ നിൽക്കുമ്പോൾ ലഗ്നാലും ചന്ദ്രാലും അവിടെ നിൽക്കുന്നതായ സമയത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞുകൊണ്ട് ആചാര്യന്മാർ അത് പ്രകീർത്തിക്കാറുണ്ട്. ഈ ഗജകേസരി യോഗത്തിൽ ജനിച്ചതായിരിക്കുന്ന പല വ്യക്തികളുടെയും ജാതകം ഞാൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഉന്നതമായിരിക്കുന്ന സ്ഥാനങ്ങൾ അലങ്കരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ യോഗം എന്ന് പറയുന്നത് യോഗം തന്നെയാണ്. പക്ഷെ അത് ഗജകേസരിയാണോ കേസരിയാണോ അങ്ങനെ നമ്മൾ പിന്നെ ജാതകത്തിൽ വ്യാഴൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത്, ചന്ദ്രന്റെ സ്ഥിതി ഏത് രാശിയാണ്, ഇതെല്ലാം അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഒറ്റയടിക്ക് നമുക്ക് വ്യാഴന്റെ ഫലം ഇന്ന നക്ഷത്രക്കാർക്ക് കിട്ടുമെന്ന് കോമൺ ആയിട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ചാരവശാൽ ഫലം നമ്മൾക്ക് പൂർണ്ണത ലഭിക്കുന്നതാണോ? ചാരവശാൽ നമുക്ക് പൂർണ്ണത ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ആ ജാതകന്റെ ലഗ്നം, എന്തായാലും ഒരു ജാതകം എഴുതിയ വ്യക്തിക്ക്, ഏത് വ്യക്തിക്കാണെങ്കിലും അതിൽ ലഗ്നം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. ചന്ദ്രനും വ്യാഴനും ആ ലഗ്നത്തെയും ചന്ദ്രനെയും ആസ്പദമാക്കിയിട്ട് മാത്രമേ നമുക്ക് പൂർണ്ണമായിരിക്കുന്ന ഫലം നമുക്ക് നിർവചിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ
നോക്കുമ്പോൾ കർക്കിടകം രാശിയിലേക്ക് ലഗ്നവും വരണം, ചന്ദ്രനും വരണം. വ്യാഴൻ ഉച്ചത്തിൽ ഈ ജൂൺ 2-ാം തീയതി വ്യാഴൻ ഉച്ചത്തിലേക്ക് കടക്കും. അപ്പൊ അവർക്ക് ഇപ്പൊ പുണർദം കാലിലൂടെ, പുണർദം 4-ാം പാദമാണ് കർക്കിടകൻ രാശിയിൽ വരുന്നത്. ആ പുണർദം 4-ാം പാദത്തിലൂടെ വ്യാഴൻ സഞ്ചരിച്ചുകൊണ്ട് പോകുന്നതായ സമയത്ത് പുണർദം നക്ഷത്രത്തിൽ ലഗ്നവും ചന്ദ്രനും വ്യാഴന്റെ സ്ഥിതിയും കൂടി നമ്മൾ നോക്കിയിരിക്കണം. കാരണം നമ്മൾ സാധാരണ നമ്മൾ കാണുന്നത് ലഗ്നം അല്ലെങ്കിൽ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന, ഇപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ജാതകം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ അശ്വതി നക്ഷത്രം, അപ്പൊ ചന്ദ്രൻ അശ്വതി നക്ഷത്രം, നമ്മൾ ചോദിക്കുന്ന നക്ഷത്രം എന്താണ്? അശ്വതി. അപ്പൊ ആ അശ്വതി വെച്ചിട്ടാണ് നമ്മൾ ഫലങ്ങൾ മുഴുവനും നമ്മൾ പറയുന്നത്. പക്ഷെ അല്ല, ഒരു ജാതകത്തിൽ സൂര്യൻ മുതൽ ഗുളികൻ വരെയുള്ളതായിരിക്കുന്ന എല്ലാ നക്ഷത്രങ്ങളും, ബുധനും ശുക്രനും വ്യാഴനും രാഹുകേതുക്കൾ എല്ലാവരും ഓരോ നക്ഷത്രങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതേപോലെ തന്നെ കർക്കിടകൻ രാശിയിൽ പുണർദം കാലിലൂടെ വ്യാഴൻ സഞ്ചരിക്കുന്നതായ സമയത്ത് ലഗ്നാലും ചന്ദ്രാലും പുണറ നക്ഷത്രം 4-ാം ഭാഗത്തിൽ ജനിക്കുന്നതായ വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ ഉച്ചഫലം, അതായത് ഗജകേസരി യോഗത്തിന്റെ ഫലം ലഭിക്കുന്നതാണ്. ആ പുണർദം കാല് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സഞ്ചരിക്കുന്നത് പൂയം നക്ഷത്രത്തിലേക്കാണ്. പൂയം നക്ഷത്രത്തിലേക്ക് പോകുമ്പോൾ ആ പൂയം നക്ഷത്രം ലഗ്നാലും ചന്ദ്രാലും അതുപോലെ തന്നെ വ്യാഴൻ അന്ന് ആ കുട്ടി ജനിക്കുന്നതായ സമയത്ത് ആ നക്ഷത്രത്തിലൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ പൂർണ്ണഫലം കിട്ടും. ഇതുപോലെ തന്നെയാണ് ആയില്യ നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുമ്പോൾ പൂർണ്ണമായിരിക്കുന്ന ഫലം ലഭിക്കുന്നത്. ഇപ്പോ ഞാൻ കുറച്ച് വീഡിയോ കാണാനിടയായി. അപ്പോ ചാരവശാൽ ഫലങ്ങള് പറയുന്നതിൽ കുംഭക്കൂറുകാർക്ക് അല്ലെങ്കിൽ കുംഭം ലഗ്നം വന്ന ആൾക്കാർക്ക് വളരെ മോശമായിട്ടാണ് അദ്ദേഹം കാണാനിടയായത്. ടീച്ചറുടെ അഭിപ്രായത്തില് കുംഭലഗ്നക്കാർക്ക് എങ്ങനെയാണ് ഈ ആഴമാറ്റം ഫലം നൽകുക? കുംഭം ലഗ്നവും ആകാം ചന്ദ്രനും ആകാം. ഇപ്പൊ അവിട്ടത്തരയും ചതയവും ഉരുട്ടാതി മുക്കാലും കുംഭക്കൂറിലാണ് വരുന്നത്. അതുപോലെ തന്നെ കുംഭലഗ്നവും വരാം. അപ്പൊ ലഗ്നവും ചന്ദ്രനും അതിന്റെ രണ്ടിന്റെയും കൂടി നോക്കുമ്പോൾ ഇപ്പൊ വ്യാഴന്റെ മാറ്റം 6-ലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾക്ക് വേറൊരു കാര്യമുണ്ട്. ഈ 6 കൊണ്ട് നമ്മൾ സാധാരണ നമ്മൾ പറയുന്നത് ശത്രുസ്ഥാനമാണ്, രോഗസ്ഥാനമാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അത് മാത്രമല്ല, നമ്മുടെ കർമ്മമണ്ഡലം കൂടി നമ്മൾ ചിന്തിക്കണം. അതായത് സർവീസ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പോ അത് നമ്മൾക്ക് ഗവൺമെന്റ് ജോലി ആവാം, ഇല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ആവാം. എന്ന് വെച്ചാൽ ബിസിനസ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സർവീസാണ്. അതായത് ജനങ്ങളെ പറ്റിക്കാത്ത രൂപത്തിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന ഒരു കർമ്മം. ആ സർവീസും കൂടി നമ്മൾ നോക്കണം. അപ്പോ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നല്ല സർവീസുകൾ ചെയ്യുന്ന ഇപ്പൊ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ നമുക്ക് എടുക്കാം. അയാൾ കൈക്കൂലി ഒന്നും വാങ്ങാത്തതായിരിക്കുന്ന നല്ലൊരു ഉദ്യോഗസ്ഥൻ, അതായത് എപ്പോഴും തന്നെക്കാളും താഴേക്കിടയിലുള്ളതായിരിക്കുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ, അതായത് നല്ല ഒരു വ്യക്തിയുടെ, നമ്മൾ പറയില്ലേ, മനുഷ്യത്വപരമായിരിക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് അവിടെ വരുന്നത്. അങ്ങനെയുള്ളവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടാണ് ഭവിക്കുന്നത്. കാരണം അവന്റെ ശത്രു എന്നുള്ളതായിരിക്കുന്ന അല്ലെ രോഗം എന്നുള്ളതായിരിക്കുന്ന ആ ഭാവം അവനെ ഈ സർവീസ് ചെയ്യുക, അതായത് മറ്റുള്ളവരോട് കരുണ കാണിക്കുക, ദയ കാണിക്കുക, ഉപകാരപ്രദമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കുന്ന ആ പ്രവൃത്തിയിലൂടെ ഇപ്പുറത്തുള്ളതായിരിക്കുന്ന ഈ ദോഷം നമുക്ക് നിരാകരിക്കുവാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്നതായ ഒരു വ്യക്തിയുടെ ഫലം ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവന്റെ സർവീസ് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടാണ് അത് സഞ്ചരിക്കുന്നത് എങ്കിൽ ഈ 6 എന്നുള്ളതിന് യാതൊരു പ്രസക്തിയും ഇല്ല. അപ്പോ ഒന്ന് പറയുകയാണെങ്കിൽ കുംഭക്കൂറുകാരും പേടിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. കുംഭക്കൂറുകാര് യാതൊരു തരത്തിലും പേടിക്കണില്ല. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. അവന്റെ കർമ്മമണ്ഡലത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. കർമ്മമണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി എന്നുള്ളതാണ്. നമുക്ക് അത് ഗവൺമെന്റ് ജോലിയും ആകാം, പ്രൈവറ്റ് ജോലിയാകാം, എന്ത് ജോലിയും നമുക്ക് ആകാം. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കുക എന്നുള്ളതായ ഒരു ഫലം കൂടി ചെയ്തോളണം.
അതിപ്പോ ഞാനും ഈ കേൾക്കുന്നതായ നിങ്ങളുടെയും കർമ്മം മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരു കർമ്മമാണ് എങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിനൊരു ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. ഇപ്പൊ വ്യാഴം മോശാവസ്ഥയില് വ്യാഴം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശം കൊടുക്കാനോ റെമഡി കൊടുക്കാനോ കഴിയും? വ്യാഴൻ ഇപ്പൊ നമുക്ക് ഇനിയും നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ വ്യാഴൻ 6, 8, 12 ഇതൊക്കെയാണല്ലോ നമ്മൾ ദുസ്ഥാനമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ധനു ലഗ്നമുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പൊ തീർച്ചയായിട്ടും വ്യാഴൻ അഷ്ടമത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ആ ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ്. അപ്പോ ആ രാശിയുടെ അധിപൻ ഏത് സ്ഥാനങ്ങളിൽ പോയി നിന്നാലും ഒരിക്കലും ആ രാശിയിൽ ജനിച്ചതായിരിക്കുന്ന ആ വ്യക്തിക്ക് ഒരിക്കലും ദോഷം ചെയ്യില്ല. അതുപോലെ തന്നെ ഇപ്പൊ 12 നമ്മൾ ചിന്തിക്കാം. 12 നമ്മൾ എടുത്തു പറയുമ്പോൾ ദുരിതസ്ഥാനമാണ്, വ്യയസ്ഥാനമാണ് എന്നൊക്കെയാണ് നമ്മൾ ആചാര്യന്മാര് പറയുന്നത്. പക്ഷെ അതും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇപ്പോ ഒരു സ്ത്രീ ജാതകം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇരുപുറത്തും ശുഭഗ്രഹങ്ങൾ നിൽക്കും. ഇപ്പൊ വ്യാഴൻ 12 പോയി നിൽക്കുന്നതായിരിക്കുന്ന ഒരു ജാതകനെ ശുഭഗ്രഹം ജാതകയ്ക്ക് ശുഭഗ്രഹം 2 സ്ഥിതി ചെയ്യുകയാണ്. ഇപ്പൊ ബുധനായിക്കൊള്ളട്ടെ, ചന്ദ്രനായിക്കൊള്ളട്ടെ, ശുക്രനായിക്കൊള്ളട്ടെ. അപ്പോൾ എപ്പോഴും ആ ലഗ്നത്തിന്റെ ഇരുപുറത്തും ഈ ശുഭഗ്രഹങ്ങൾ നിന്നുകൊണ്ട് ഒരു ശുഭത്വം കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പൂർണ്ണമായിട്ടൊരു ഫലം നമുക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴചന്ദ്രന്മാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. കാരണം ചന്ദ്ര കേന്ദ്ര ത്രികോണങ്ങളിലേക്ക് വ്യാഴന്റെ ഒരു ദൃഷ്ടി, കേന്ദ്രഭാവങ്ങളിൽ 7ലേക്ക് പൂർണ്ണ ദൃഷ്ടിയും അതുപോലെ തന്നെ 4, 10ലേക്ക് ഒരു കേന്ദ്ര ദൃഷ്ടിയുമാണ് നമ്മൾക്ക് പറയുന്നത്. അതുപോലെ തന്നെ 5, 9 ത്രികോണ രാശികളിലേക്ക് ഒരു വിശേഷ ദൃഷ്ടിയുണ്ട്. പക്ഷെ ഈ വിശേഷ ദൃഷ്ടികൾക്കൊന്നും പ്രത്യേകിച്ചുള്ളതായിരിക്കുന്ന ഫലം നമുക്ക് ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് അത്രയ്ക്ക് ദോഷവും നമുക്ക് വരില്ല. ഇനി ഇത് കൂടാതെ തന്നെ ഇപ്പൊ ഞാനിപ്പോ ഒരുവിധം കേന്ദ്ര ത്രികോണ അതുപോലെ തന്നെ ദുസ്ഥാനങ്ങളുടെ എല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും വ്യാഴന്റെ സ്ഥിതി മാത്രം പോലെ ഈ വ്യക്തി ജനിച്ചതിന് ശേഷം ഇതുവരെയുള്ളതായിരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ കുംഭൻ രാശിയെ കൊണ്ട് പറഞ്ഞത്. അവന്റെ സർവീസിന്, അത് സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ സർവീസിന് ഒരു പ്രാധാന്യമുണ്ട്. നല്ല സർവീസ് ചെയ്യുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ നല്ല റിസൾട്ട് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല എന്ന്. കാരണം അത് നമ്മുടെ ചിന്തയ്ക്ക്, ഇപ്പൊ നമ്മുടെ കുലാചാരങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുക, അതുപോലെ തന്നെ നല്ല ചിന്തകൾ, മറ്റുള്ളവരെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഉപദ്രവിക്കാതിരിക്കുക, ഇതെല്ലാം നമുക്ക് ആ വ്യാഴപ്രസാദത്തിൽ നമുക്ക് വരുന്നതാണ്. ഇപ്പോ ടീച്ചർ പറഞ്ഞു വെച്ചിട്ട് ഇപ്പൊ നമ്മ എല്ലാ കാര്യങ്ങളും ഹിന്ദു ആചാരപ്രകാരമുള്ള പരിഹാരങ്ങളാണ് നമ്മ എല്ലാത്തിലും പറയുന്നത്. ഈ വീഡിയോ പല മതക്കാരും കാണുന്നതാണ്. അപ്പോൾ മുസ്ലിം ആവാം, ക്രിസ്ത്യൻ ആവാം, അവർക്ക് നമ്മൾക്ക് എന്തെങ്കിലും മാർഗനിർദ്ദേശമോ ഉപദേശമോ നൽകാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് ക്രിസ്തുമത, കാരണം ഇപ്പൊ എൻ്റെ അടുത്ത് ക്രിസ്ത്യൻസും അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികളും അതുപോലെ ഹിന്ദുക്കളും എല്ലാവരും വരും. അപ്പൊ നമ്മൾ എല്ലാവരും വരും, വിശ്വാസികൾ മാത്രം, അല്ലാതെ നമുക്ക് വിശ്വാസം ഇല്ലാത്തവർക്ക് നമ്മുടെ അടുത്ത് വരാൻ പറ്റില്ല. അപ്പൊ വരുമ്പോഴെന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ നമ്മളുടെ ഹിന്ദു മതമോ അതും ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വഴിപാടുകളും ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. അവരുടെ ആചാരം എന്താണോ, ഇപ്പൊ ഒരു ക്രിസ്തീയ ആചാരം എന്ന് പറയുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ഇപ്പൊ ഞായറാഴ്ച ദിവസം അവർക്ക് കുർബാനയുണ്ട്. ആ കുർബാന കൃത്യമായിട്ട് കൂടുന്നതായിരിക്കുന്ന വ്യക്തികൾ അവരുടെ കുലാചാരം അവർ അനുഷ്ഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന സാധാരണ അവർക്ക് പള്ളികളിൽ ഇപ്പൊ എപ്പോഴും പോകുന്നതാണെങ്കിൽ ഇപ്പൊ ഒരു 7 ആഴ്ച നന്നായിട്ട് മാതാവിനെ പ്രാർത്ഥിച്ച് ഇപ്പൊ മെഴുകുതിരിയൊക്കെ കത്തിക്കുക, അതുപോലെ തന്നെ അവർക്ക് കൊന്ത എത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് മാതാവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനെ അത് ചെയ്യുക. അതുപോലെ തന്നെ വേളാങ്കണ്ണി മാതാവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ, അതും വെള്ളിയാഴ്ച ദിവസമാണ് മാതാവിന്റെ ദിവസം. അപ്പൊ ഞാൻ പറയും വെള്ളിയാഴ്ച ദിവസം
ഇപ്പോൾ വൈകിട്ടുള്ളതായിരിക്കുന്ന പ്രാർത്ഥന കഴിയുമ്പോൾ വേളാങ്കണ്ണി മാതാവിനെ നന്നായിട്ട് സ്മരിച്ചോളാൻ പറയും. സാധാരണ ഇപ്പൊ നമ്മളുടെ അടുത്ത് ഇപ്പോൾ സാധാരണ ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മൾക്ക് അല്ലാതെ ഉള്ളതായിരിക്കുന്ന ഇപ്പോൾ കസ്റ്റമേഴ്സോ എല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും ഇതുപോലെ ചെയ്താൽ മതി. എന്തൊക്കെയാണെങ്കിലും ശരി അവർ പറയാറുണ്ട്, ടീച്ചറെ ഒരു 41 ദിവസമാണ് ഞാൻ സാധാരണ കൊടുക്കാറ്, അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടി. പിന്നെ അവരുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കാനുള്ളതായിരിക്കുന്ന കാര്യങ്ങളും കൂടി അവരുടെ ബൈബിള് മാത്രം നമ്മൾ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇസ്ലാം സഹോദരങ്ങളും എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പൊ അവർക്കും ഞാൻ എപ്പോഴും അവരുടെ പള്ളിയുണ്ട്, അവരുടെ നിസ്കാര പള്ളി ഏത് നാട്ടിലാണോ അവർ ഇപ്പൊ ജാതകം എന്ന് പറയുമ്പോൾ ജ്യോതിഷം എന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ മാത്രം പ്രത്യേകത പറയാനുള്ളതല്ല, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ശാസ്ത്രം പറയുന്നതാണ്. അപ്പൊ നമ്മളുടെ അടുത്ത് ആരാണോ വരുന്നത് അവരേത് വിശ്വാസമാണ് കൊണ്ട് നടക്കുന്നത് അവരെ നമ്മൾ ആ വിശ്വാസത്തിലേക്ക് നമ്മൾ വിടുകയാണ്. അപ്പൊ ഞാൻ കറക്റ്റായിട്ട് പറയും, ഒരു ഇസ്ലാം സഹോദരനാണെങ്കിൽ അവൻ കൃത്യമായിട്ട് അവൻ നിസ്കരിച്ചിരിക്കണം. അതായത് എത്ര സമയമാണ് അവന്റെ നിസ്കാരം എന്ന് വെച്ചാൽ കൃത്യം നിസ്കരിച്ചിരിക്കണം. ഇതുപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ നിസ്കാരത്തിന് ഭയങ്കര പ്രാധാന്യം ഞാൻ കൊടുക്കാറുണ്ട്. അത് നമ്മളുടെ ഇപ്പോൾ ഹിന്ദു മതം അനുസരിച്ചാണെങ്കിൽ നമ്മൾ ലക്ഷ്മിയായിട്ടും, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്രിസ്തു മതമാണെങ്കിൽ നമ്മൾ അവിടെ മാതാവിനെ ആയിട്ടും, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഇവരുടെ മത ഇതനുസരിച്ചാണെങ്കിൽ ഇവരുടെ വീടിനകത്തുള്ളതല്ല ഇവരുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന പോസിറ്റീവായിരിക്കുന്ന എനർജിയെയുമാണ് കാണുന്നത്. അപ്പൊ ഞാൻ സാധാരണ പറയും വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞു കഴിയുമ്പോൾ വടക്കേ ദിക്ക്, അതായത് എന്തുകൊണ്ടാണ് വടക്ക് ഭാഗത്തേക്ക് നോക്കിയെന്ന് എവിടെയാണോ നിസ്കാരമുറി ആ നിസ്കാരമുറിയിൽ വടക്കേ ഭാഗത്തെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പറയും. പക്ഷെ ഇതെല്ലാം അത്യാവശ്യം സക്സസ് ആയിട്ടാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്നത് ഇപ്പൊ മറ്റ് മതത്തിലുള്ളതായിരിക്കുന്ന സഹോദരങ്ങളാണെങ്കിലും അവർക്കും അത് നമ്മൾക്കിപ്പോ ഈ വ്യാഴമാറ്റം വന്നു കഴിയുമ്പോൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അത് കൂടുതൽ നമ്മൾ പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവുന്നതാണ്. പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും നമുക്ക് കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.